സാഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്പി കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ക്രിസ്പി കോൺ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 1.5 കപ്പ് ഫ്രോസൺ കോണാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് കോൺ യൂസ് ചെയ്യാം. ഫ്രഷ് കോൺ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സോഫ്റ്റായിട്ടുള്ള കോൺ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് വിളഞ്ഞ കോൺ നോക്കിയിട്ട് എടുക്കണം. കോൺ ബോയിൽ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയായിരിക്കും. 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് അരിച്ചെടുക്കാം. കോൺ നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ചൂട് പെട്ടെന്നൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അരിച്ചെടുത്തപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമയം ഉണ്ടായിരിക്കും. അത് അങ്ങനെ തന്നെ വേണം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടികളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ആവശ്യമാണ്. അപ്പോൾ തുടച്ച് കളയേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇനി കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുറവ് ഇട്ടാൽ മതിയായിരിക്കും. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഹീറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് പിടിക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരാൻ വേണ്ടി. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ക്രിസ്പി കോൺ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. ഇതിടാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അടിപൊളി ക്രിസ്പി കോൺ റെഡി ആയിട്ടുണ്ട്.